പിന്നീടാണ് എത്തിയത്. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ പോകാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ ഈ ആൾക്കാർ രാത്രി ഈ ഫോറസ്റ്റ് ഈ എന്താ തോട്ടത്തിൽ നടക്കുന്ന ആളുകളാണ്, അവർക്ക് ജീവിക്കണ്ടേ. ഒരു 47 വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത്. അതിന്റെ ഗൗരവത്തോടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ടേ പറ്റൂ. അത് മാത്രമല്ല സാറേ, എന്ത് നഷ്ടപരിഹാരം 11 ലക്ഷം രൂപ കൊണ്ട് പരിഹരിക്കാവുന്നതാണോ ഇത്? 11 ലക്ഷം രൂപ പരിഹരിക്കാൻ കഴിയുമോ? സാറ് നഷ്ടപരിഹാരത്തെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. നഷ്ടപരിഹാരമല്ല നമ്മളെ വിഷയം. നഷ്ടപരിഹാരം ഞങ്ങളെ വിഷയമല്ല. ഞങ്ങൾ ആ കടുവയെ കൊല്ലണം, അതാണ് ഞങ്ങൾ പറയുന്നത്. അതുമല്ല സാറേ, ഇന്നലെ നമ്മൾ മിനിസ്റ്റർ സാറെ മുമ്പിൽ നിന്ന് മിനിസ്റ്ററുടെ ഇരുന്ന് തീരുമാനിച്ചു വെടിവെക്കാം, കൊല്ലാം. പക്ഷെ അതിന്റെ ഒരു പ്രൊസീജിയർ ഈ നിമിഷം വരെ പൂർത്തിയായിട്ടില്ല. അരുൺ സെക്രട്ടറി എത്തിയില്ല. ഞങ്ങൾക്ക് എന്റെ അടുത്ത് രാവിലെ എത്തുമെന്ന് പറഞ്ഞ അയാള് എന്തോ ടൈഡാണ്. നിങ്ങളൊരു കാര്യം സഹകരിക്കാൻ തയ്യാറാവും. ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ആയിക്കോട്ടെ. ഞങ്ങളിപ്പോ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉള്ളത്. ഞങ്ങൾ ഇതിനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നേക്കണ. അല്ലാതെ അതിനെ ഓടിച്ചിടാനാണെങ്കിൽ നമ്മൾ ഇതിന്റെ അല്ല നിങ്ങൾ അങ്ങനെ വിശ്വസിക്കല്ലേ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ പറഞ്ഞു അതിനെ ഓടിക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന്. നമ്മുടെ തൊട്ടടുത്ത പയ്യമ്പള്ളിയിൽ ഒരു ഏകദേശം 15 ദിവസത്തിലേറെ ഭീതി വെച്ച ഒരു കടുവയെ നിങ്ങൾ ഓടിക്കുകയല്ലാതെ നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ എന്താ ചെയ്തേ? സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കടുവയെ ഷൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളടക്കമുള്ള പല ഉദ്യോഗസ്ഥന്മാർക്കും ചിലപ്പോ നിങ്ങളുടെ ജോലി പോലും നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട്, ആ ഭീതി കൊണ്ട് നാളെ ഇവിടെയുള്ള ആര് മരണപ്പെട്ടാലും എത്ര ആളെ കടുവ പിടിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. സർക്കാർ കൊടുക്കുന്ന 11 ലക്ഷം അല്ല, കേൾക്ക്, സർക്കാർ കൊടുക്കുന്ന 11 ലക്ഷം, അതോടൊപ്പം ആ സമയത്തുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ സൂട്ടഡ് സൈറ്റ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഈ ഒരു സമീപനം നിർത്തിയിട്ട് എന്താണ് സാഹചര്യം എന്ന് ഞാൻ ചോദിച്ചതിന് സാർ ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. നിങ്ങളിറക്കിയ ഓർഡറിലുള്ള അവ്യക്തതകൾ 5 ക്ലോസുകൾ, ആ ക്ലോസുകൾ ഒന്ന് ഇവ ആളുകളുടെ മുമ്പിൽ ഒന്ന് വിശദീകരിക്കോ സാറ്? ആ ക്ലോസുകൾ എന്തൊക്കെയാണെന്ന് സാറിന്റെ വായിന്ന് വരട്ടെ, ഈ ജനങ്ങൾ കേൾക്കട്ടെ. സാറ് പറഞ്ഞല്ലോ ഞങ്ങൾ വെടിവെച്ച് കൊല്ലാൻ പറ്റുമെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനമെന്ന് പറഞ്ഞു. ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുമ്പോൾ പുറമോടിയാണ്, സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നു ആ ഓർഡറിലുള്ള 5 ക്ലോസുകൾ, ആ ക്ലോസുകൾ ഒന്ന് നിങ്ങൾ വിശദീകരിക്കുന്നേ. നിങ്ങളൊന്ന് വിശദീകരിക്കും, എന്നിട്ട് ഞങ്ങൾ പറയാം മറുപടി. വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആ ഒരു ഓർഡർ കിട്ടാനായിട്ട് നിങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾ അത് എടുക്കില്ല. അങ്ങനെ ഒരു ഓർഡർ എടുത്തത് ഞാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അടുത്ത് സംസാരിച്ചത്. സാറേ, ഇത് അങ്ങനെ ഒരു ഓർഡർ അല്ലെങ്കിൽ സംഗതി വളരെ ബുദ്ധിമുട്ടാവും, വളരെയധികം ബുദ്ധിമുട്ടാവും. ആ ഒരു ഓർഡർ പിന്നെ മിനിസ്റ്ററും അത് വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ആ ഓർഡർ കിട്ടിയത്. ഇനി നമുക്ക് ആ ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി അത്ര വലിയ ഭയപ്പെടാനൊന്നുമില്ല. നമുക്ക് ഏത് കണ്ടീഷനും വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതില് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഈ കേജിങ്ങും ഇതും ട്രയാങ്കുലൈസേഷനും നമ്മൾ ട്രൈ ചെയ്താൽ, ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ആ ആനക്ക് ചത്തതിന്റെ കേസിൽ എത്ര കേസിൽ പ്രതിയാണെന്നറിയാമോ ഞാനൊക്കെ? നിങ്ങളോട് ഇതൊന്നും പറയുന്നില്ലല്ലോ. ഞങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഞാൻ ഉൾപ്പെടെ ആ തണ്ണീർക്കൊമ്പനൊക്കെ ചത്തതിനൊക്കെ പ്രതികളാ ഞങ്ങൾ ഉൾപ്പെടെ. വേറൊരു വിഭാഗം ഇന്നലെയും വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ നിങ്ങളെ പ്രതിയാക്കി കേസെടുക്കും. ഇല്ല, ഞാൻ പറഞ്ഞ അത് ഞാനത് തന്നെ പറഞ്ഞത്, ഞാനത് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു. ഞാനത് തന്നെയാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാനത് തന്നെയാണ് അവരുടെ അടുത്തും പറഞ്ഞത്. മാഡം യു പ്ലീസ് കം ഹിയർ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ അവിടെ ടൗണിൽ ഇരുന്നിട്ട് അതും ഇതും പറഞ്ഞാൽ പോരല്ലോ. ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ സാറ് ഞങ്ങളോട് പറയുന്ന ഒരു വാക്കും വീണ്ടും ഞാൻ ചോദിച്ചതിനുള്ള ഒരു സാധനമല്ല സാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഓർഡറിലുള്ള 5 ക്ലോസുകളെ കുറിച്ച് മാത്രം ആ ക്ലോസ് സാർ ഇപ്പോഴും പറഞ്ഞില്ല. ഞാൻ പറയുന്നു ഏറ്റവും അടിയിൽ NTCA അതായത് അതിന്റെ അനുബന്ധമായ നടപടികൾക്ക് വിധേയം ഈ
ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ട ഓർഡറിന്റെ അടിയിൽ നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റിയുടെ അവരുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ല എന്ന് സാർ പറ. ആ ഓർഡറിലില്ലേ? ആ ഓർഡറിൽ ഉണ്ടോ ഇല്ലയോ? അതെ, അതാണ് നമ്മളിപ്പോ ചെയ്തതും. ഇന്നലെ കൂട് വെച്ചതും ക്യാമറ വെച്ചതും പിന്നെ ട്രയാങ്കുലേറ്റ് ചെയ്യണതും എല്ലാം ഓർഡറിന് ഇതെല്ലാം. അതും വിജയിച്ചില്ലെങ്കിൽ നമ്മള് ഇപ്പൊ നമ്മളെ ഇത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആളുകളുടെ ഡിമാൻഡ് വളരെ കൃത്യമാണ്. ആളുകൾ പറയുന്നത് നരഭോജി കടുവയാണ്, അതിനെ വെടിവെച്ച് കൊല്ലണം. അതല്ല കൂട്ടിൽ കയറ്റിക്കൊണ്ട് പോകാൻ ആളുകൾ സമ്മതിക്കില്ല. അതാണ് ഇതിന്റെ ഒരു ആളുകളുടെ സാറ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഇത് കൂടി ചേർത്ത് വായിച്ചോളൂ. സാറ് പറഞ്ഞു മറ്റേ തണ്ണീർക്കൊമ്പൻ ചത്തതുമായി ബന്ധപ്പെട്ട് സാറും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ആളുകൾ പ്രതിയാന്ന്. പഞ്ചാരക്കൊല്ലിയിലെ കടുവ ചത്താൽ ഇവർ അതിനും വലിയ പ്രതിയാവും. ഇവർ അതിന് തയ്യാറാവില്ല എന്നുള്ളതിന്റെ എന്താ പറയാ, ഈ ഒരു ആ തരത്തിലേ കാണാവൂ. കാരണം നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലും എല്ലാ സ്ഥലത്തും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. സർക്കാർ കൊടുക്കും നഷ്ടപരിഹാരം, കൊടുക്കുമല്ലോ, 11 ലക്ഷം കൊടുക്കുമല്ലോ. അപ്പൊ ആ പ്രതിഷേധങ്ങൾ തടുക്കുമല്ലോ, അവർക്ക് ജോലി കൊടുക്കുന്നു പറഞ്ഞ് നിങ്ങളിപ്പോ എന്താ പറയല്ലേ, വർഷങ്ങളായിട്ടും അജീഷിന്റെ കുടുംബത്തിന് കൊടുത്തോ ആർക്കെങ്കിലും കൊടുത്തോ? നിങ്ങൾ എല്ലാ പണിയും കഠിനാധ്വാനിയായ സ്ത്രീയാണത് കുടുംബം. സാറേ ഒരൊറ്റ ചോദ്യം, നിങ്ങൾ ആ നടക്കില്ല കയറിയാൽ നിങ്ങൾ അതിനെ വെടിവെക്കോ അല്ലാതെ അങ്ങനെ കൊണ്ടുപോകും? ഇതിപ്പോ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അങ്ങനെയൊക്കെ പൊതുജനങ്ങളെ വിശ്വസിപ്പിച്ചത് പ്രകാരം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ ഞങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് അത്രത്തോളം വിശ്വാസമായതുകൊണ്ടാണ് പറയുന്നത്.